സിറാജ് ലൈവിലേക്ക് സ്വാഗതം. കാന്തപുരം ഉസ്താദ് നയിക്കുന്ന 3ാം കേരള യാത്ര അതിൻ്റെ 4ാം ദിനം കോഴിക്കോട് ജില്ലയിലെ 2ാം ലെഗിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. കോഴിക്കോട്ട് ഉസ്താദിൻ്റെ തട്ടകമായ, ഉസ്താദിൻ്റെ കർമ്മ കേന്ദ്രമായ മർക്കസിൻ്റെ വിരിമാറിലേക്ക് യാത്ര അല്പസമയത്തിനകം എത്തിച്ചേരുകയാണ്. ഇവിടെ യാത്രയെ സ്വീകരിക്കാൻ വേണ്ടി ഉസ്താദിൻ്റെ ശിഷ്യഗണങ്ങളും ഈ മർക്കസിൻ്റെ സാരഥികളും അടക്കം നൂറുകണക്കിന് ആളുകൾ ഇവിടെ ഒരുങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. പ്രമുഖരായ പലരും ഇവിടെ ഉസ്താദിനെ സ്വീകരിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. ഉസ്താദിൻ്റെ പ്രധാനപ്പെട്ട സ്വീകരണ കേന്ദ്രം അല്ല ഇത് എങ്കിൽ പോലും മർക്കസിൻ്റെ മുന്നിലൂടെ ജനനായകൻ കടന്നു പോകുമ്പോൾ മർക്കസ് നൽകുന്ന ഏറ്റവും ഗംഭീരമായ സ്വീകരണത്തിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇത് ജനനായകന് നമുക്കറിയാമല്ലോ, അല്പം നേരം മുമ്പാണ് ജന്മനാട്ടിൽ കാന്തപുരം ഉസ്താദ് ഏറ്റവും ഗംഭീരമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയത്. ജന്മനാടിൻ്റെ ഹൃദയമായി പേറ്റുവാങ്ങി ഇനി ഉസ്താദ് മർക്കസിൻ്റെ തട്ടകത്തിലേക്ക്, ഉസ്താദിൻ്റെ കർമ്മകേന്ദ്രത്തിലേക്ക് ഇതാ കടന്നു വരികയാണ്. ഇവിടെ പി ടി എ റഹീം MLA നമ്മളോടൊപ്പം ചേരുകയാണ്. MLA ഉസ്താദിനെ കാത്തിരിക്കുകയാകുമല്ലേ? എങ്ങനെയാണ് ഈ കേരള യാത്രയെ കാണുന്നത്? ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിൻ്റെ 3ാമത്തെ കേരള യാത്രയാണ് നടക്കുന്നത്. വിധേയ വിഷയങ്ങളെ പുരസ്കരിച്ചുകൊണ്ട് നടത്തുന്ന യാത്രയിൽ ഈ പ്രാവശ്യം മനുഷ്യർക്കൊപ്പം എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഉസ്താദിൻ്റെ ജാഥ കടന്നു പോകുന്നത്. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ എല്ലായിടത്തും നല്ല രീതിയിലുള്ള സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഉസ്താദ് മുന്നോട്ട് പോകുന്നത്. നല്ലൊരു മുദ്രാവാക്യമാണ് ഈ യാത്രയിൽ അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്നത്. കാലഘട്ടത്തിനനുസൃതമായിട്ടുള്ള എല്ലാവരുടെയും ശ്രദ്ധ ഉണ്ടാകേണ്ട ഒരു വിഷയമാണ് അദ്ദേഹം ഇതുമായി അവതരിപ്പിച്ചിരിക്കുന്നത്. ഉസ്താദിൻ്റെ പ്രവർത്തനങ്ങൾ ഏറെ അടുത്തു നിന്ന് നോക്കിക്കണ്ട ഒരു രാഷ്ട്രീയ നേതാവാണ് അങ്ങ്. ഈ മനുഷ്യർക്കൊപ്പം എന്ന മുദ്രാവാക്യം ഉസ്താദ് ഏറ്റെടുക്കുമ്പോൾ അതിലെങ്ങനെയാണ് കാണുന്നത്? മനുഷ്യർക്കൊപ്പം എന്ന് പറയുന്ന ഉസ്താദ് ഏറ്റെടുക്കുമ്പം മനുഷ്യർക്കൊപ്പം മാത്രമല്ല, ഇന്ത്യ രാജ്യത്തിലെ മാത്രമല്ല, ലോകത്തെല്ലായിടത്തുമുള്ള മനുഷ്യരെ ഉസ്താദ് കണക്കിലെടുക്കുന്നുണ്ട്. ഇവിടെ തന്നെ ഈ ഒരു സ്ഥാപനത്തിൽ തന്നെ കാശ്മീരിലെ വിദ്യാർത്ഥികൾ, അവരുടെ കഴിഞ്ഞ കാല ചരിത്രം ഒന്ന് ആലോചിച്ചാൽ മതി. അവരെ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ എല്ലാ കാര്യത്തിലും കേരളത്തോടൊപ്പം നിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ആ കുട്ടികൾ ഇവിടെ നിന്ന് പഠിച്ച് പാസ്സായി പട്ടാളത്തിൽ ഉൾപ്പെടെ എത്തി പ്രശസ്തമായ സേവനം ചെയ്യുന്നുണ്ട്. അത് കേരളത്തിൽ നിന്നുള്ള പുറത്തുള്ള വിദ്യാർത്ഥികളെയും ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തെ മാത്രമല്ല, ഇന്ത്യ രാജ്യത്തെ വിശാലമായി കാണാനുള്ള ഒരു മനസ്സ് അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് മർക്കസ് സഖാവത്ത് സുന്നിയ തന്നെ. ഓക്കെ, താങ്ക് യു. അപ്പോൾ കാന്തപുരം ഉസ്താദ് ഇപ്പോൾ അല്പസമയത്തിനകം മർക്കസിൻ്റെ വിരിമാറിലേക്ക് എത്തിച്ചേരുകയാണ്. ഉസ്താദിനെ വരവേൽക്കാൻ വേണ്ടി ഉസ്താദിൻ്റെ 10,000-കണക്കിന് ശിഷ്യഗണങ്ങൾ കേരളത്തിൻ്റെ പല ഭാഗത്തും സജ്ജമായി നിൽക്കുന്നുണ്ട്. അതിലേറ്റവും നല്ല കാഴ്ചയാണ് മർക്കസിൽ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. മർക്കസിലേക്ക് ഉസ്താദ് എത്തുമ്പോൾ എന്താണ് ഇവിടുത്തെ ഒരുക്കങ്ങൾ, ഇവിടുത്തെ സ്വീകരണ സമ്മേളനം എങ്ങനെയാണ്? സ്വീകരണം എന്നുള്ളത് നമുക്ക് ആവേശകരമായിട്ടാണുള്ളത്. മർക്കസിലെ വിദ്യാർത്ഥികൾ, മർക്കസിൻ്റെ അയൽവാസികൾ, കുന്നമംഗലം പഞ്ചായത്ത് മെമ്പർമാർ, ജനപ്രതിനിധികൾ, കുന്നമംഗലം MLA തുടങ്ങിയുള്ള ജനബാഹുല്യത്തോടു കൂടിയാണ് ജാഥാ നായകരെ സ്വീകരിക്കാൻ മർക്കസ് ഒരുങ്ങിയിരിക്കുന്നത്. ഓക്കെ, അതാണ് മർക്കസ് എല്ലാം സജ്ജമാക്കി കാത്തിരിക്കുകയാണ്. മർക്കസിൻ്റെ കാന്തപുരം ഉസ്താദിനെ സ്വീകരിക്കാൻ വേണ്ടി എന്താണ് ഇവിടുത്തെ ഒരുക്കങ്ങൾ? ഉസ്താദിൻ്റെ കർമ്മഭൂമി എന്ന നിലക്കും ഉസ്താദിൻ്റെ സ്ഥാപനം എന്ന നിലക്കും മർക്കസിൽ വിപുലമായ ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവിധ സജ്ജീകരണവും വിദ്യാർത്ഥികളും വലിയ സന്തോഷത്തോടു കൂടിയാണ് തങ്ങളുടെ ഉസ്താദിനെ, സ്ഥാപനത്തിൻ്റെ നായകനെ വരവേൽക്കാൻ വേണ്ടി ഇവിടെ ഒരുങ്ങി നിൽക്കുന്നത്. ഉസ്താദിനെ പ്രതീക്ഷിച്ചുകൊണ്ടാണ്. ഇവിടെ നിന്ന് ഉസ്താദിനെ യാത്രയാക്കിയപ്പോൾ തന്നെ കുട്ടികൾ ഈ ഒരു യാത്ര പ്രതീക്ഷിച്ചുകൊണ്ട് ഇവിടെ നിന്നിരുന്നു. കുട്ടികളും സ്റ്റാഫും ഇവിടുത്തെ മാനേജ്മെൻറ്റ് അംഗങ്ങളും എല്ലാവരും ഈ ഒരു സമയത്തിന് വേണ്ടി കാത്ത് ഇരിക്കുകയായിരുന്നു. വലിയ സന്തോഷമുണ്ട്. ഓക്കെ, ഉസ്താദിനെ കാത്തിരിക്കുമ്പോൾ അതിൽ മലയാളി കുട്ടികൾ മാത്രമല്ല, ഉസ്താദിനെ കാത്ത് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള, കാശ്മീരിൽ നിന്നുള്ള കുട്ടികളടക്കം പഠിക്കുന്ന സ്ഥാപനമാണിത്. ഹരിയാനയിലെയും കാശ്മീരിലെയും ഒക്കെ കുരുന്നുകൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അവരിൽ ചിലരും ഉസ്താദിനെ കാണാൻ വേണ്ടി ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട്. അവരിലേക്ക് കൂടി നമുക്ക് പോകാം. How do you feel, Ustaz, this Kerala Yatra? Alhamdulillah, it's a great pleasure for all of us because we came all the way from Haryana to see the third Yatra of our Shaykhuna Ustad, because it symbolizes the unity in diversity, the religious harmony, the implementation of education system all over India. So we came all the way from Haryana under Markaz Saqafat Sunniya institution. Sukoon Edu Foundation is running in there. So we came through with our student, Alhamdulillah, and by see the exposure here, how the unity is working, how the love is spreading. It's amazing to see, and we inshallah
we will spread this message, the message of unity to the northern India. And we request to the people of Kerala, you should come together to promote India as a one country, as a one, the family. We have to spread the harmony in our all over the India, inshallah. Thank you. How do you evaluate Ustad's education revolution in other states of Kerala? Actually, I can say myself, I'm from Jammu and Kashmir, and I have seen, I came here at Markaz Saqafat Sunia, I studied here, I'm an alumni of Markaz, and he is my friend Altaf. We comes together here, we studied here, and this is the result. This is the result of Ustad work, because we came from Kashmir, from a small village. We studied here, now we are working there. We are spreading the message of Markaz to them. Yourself is the example. Yeah, Alhamdulillah, I and my friend Altaf are the example, because we came by the invitation of Markaz, and we came here, we studied here, and we are the example how Ustad's efforts have worked and help us to come together in single roof. That's how, Alhamdulillah. Sir Altaf. Alhamdulillah, after 4 years, I'm coming back with my students. As a student of Markaz, this is my duty to spread the love and peace in North India. With my students, I'm coming back to witness the third yatra of Ustad. And Ustad keeping a new mission to strengthen every individual in India. With that message, we come up with our student to explore Kerala and specifically to witness the third yatra of Ustad. With me, here is my student. He will have some his own desire to say to you. Assalamu alaikum warahmatullahi wabarakatuh. My name is Atif Aman from 7th grade at Sukun English School. हम यहाँ पे हरियाणा से आए हैं शेख साहब की तीसरी यात्रा के लिए। ये यात्रा इंसानियत को बढ़ाने के लिए और लोगों में पीस पैदा करने के लिए है। और हम यहाँ पे मरकज़ में तालीम हासिल करने के लिए पढ़ते हैं। हमको बहुत खुशी है कि हम इस यात्रा में पार्टिसिपेट कर रहे हैं। अस्सलाम वालेकुम रहमतुल्लाह। ഓക്കെ, അപ്പോൾ അതാണ് ഒരു കേരളത്തിന് മാത്രമല്ല, ഒരു കോഴിക്കോടിന് മാത്രമല്ല, ഇന്ത്യക്ക് മാത്രമല്ല, ലോകത്തിന് മുഴുക്കയും ഒരു നേതാവായി മാറിക്കൊണ്ടിരിക്കുകയാണ് കാന്തപുരം ഉസ്താദ്. ഇവിടെ നമുക്ക് മറ്റൊരു സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് ഉസ്താദിനെ കുറിച്ച് വാദോരാതെ സംസാരിച്ചത്. അവർക്ക് ഇനിയും മൈക്ക് കൊടുക്കുകയാണെങ്കിൽ മണിക്കൂർ കണക്കിന് ഉസ്താദിനെ കുറിച്ച് പറയാൻ അവർക്ക് കഴിയും. അതെ, ഉസ്താദിൻ്റെ കർമ്മമണ്ഡലത്തിലേക്ക് 3ാം കേരള യാത്രയുമായി ഉസ്താദ് എത്തുമ്പോൾ ഇവിടെ വലിയ ആവേശമാണ്, വലിയ സന്തോഷത്തിലാണ് ആളുകളുള്ളത്. ഈ സംസ്ഥാന പാതയുടെ ഇരുവശങ്ങളിലും ഉസ്താദിന്റെ ശിഷ്യന്മാരിങ്ങനെ അണിനിരന്ന് നിൽക്കുന്ന കാഴ്ച, അത് കിലോമീറ്ററുകളോളം ദൈർഘ്യത്തിൽ ഉസ്താദിന്റെ ശിഷ്യഗണങ്ങൾ ഉസ്താദിനെ കാത്തു നിൽക്കുകയാണ്. ഉസ്താദ് കടന്നു വരുന്ന വഴിയെ ഇതാ തൂവള്ള വസ്ത്രം ധരിച്ച് സമസ്തയുടെ കൊടിയേന്തിക്കൊണ്ട് കുട്ടികൾ അണിനിരന്ന് നിൽക്കുന്നു. കുട്ടികളും മർക്കസിന്റെ ഭാരവാഹികളുമെല്ലാം അണിനിരന്ന് നിൽക്കുന്ന ഏറ്റവും മനോഹരമായ കാഴ്ച. ആ കാഴ്ചയുടെ നടുവിലേക്കാണ് അല്പസമയത്തിനകം കാന്തപുരം ഉസ്താദ് വന്നിറങ്ങുന്നത്. ക്യാമറാമാൻ മുഹമ്മദ് ഷബീബിനൊപ്പം സയ്യിദ് അലി ഷിഹാബ്, സിറാജ് ലൈവ്. waytonikah.com, the exclusive Muslim matrimonial site.